റമദാൻ നോമ്പ് തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്ക് നോമ്പ് പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ദിവസമാണ് ഇന്ന്. രാവിലെ കഴിക്കാൻ വേണ്ടി തലേ ദിവസമേ മൂടി പൊതിച്ചോടെ ഉറങ്ങി. ഒരു വിധത്തിൽ ഉറക്കം വരണില്ല. ഇപ്പോഴും ഉറങ്ങിപ്പോയി സമയം നോക്കിയപ്പോൾ 4:30. അതേ ദിവസം എന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്ക് നോമ്പ് പിടിക്കണം. അമ്മ എന്നെ കളിയാക്കി വിട്ടെങ്കിലും 4 മണിക്ക് കഴിച്ച് എന്നെ വിളിക്കാൻ തുടങ്ങിയതാണ്. 4:30 ആയപ്പോഴാണ് ഞാൻ കഴിച്ചത്. പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വന്ന് അപ്പോഴത്തേക്ക് അമ്മ നേരത്തെ ഉണ്ടാക്കി വരുന്ന ചായ കുടിച്ചുകൊണ്ട് ഞാൻ രാവിലത്തെ ആഹാരം കഴിക്കാൻ തുടങ്ങിയതാണ്. കുടിച്ചിരുന്ന സ്വന്തമായിട്ട് തന്നെ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അവിടെ അമ്മ എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 അപ്പം കൊണ്ടുവന്ന് അപ്പം കഴിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന്. കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറ് നിറച്ച് ഞാൻ വെള്ളവും കുടിച്ചു. ഞാൻ സമയം നോക്കിയപ്പോഴത്തേക്കും 4:48. ഇനി വൈകുന്നേരം വരെ ആഹാരം കഴിക്കാതിരിക്കണമല്ലോ അതെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകേണ്ട ഞാൻ പതിവ് പോലെ 8 മണിക്ക് തന്നെ ഉറക്കം. വലിയ പല്ല് കഴിച്ചുകൊണ്ട് ഇനി പല്ല് കഴിക്കണ്ടല്ലോ. ഓം കഴുകി ടെറസിന്റെ മുകളിലോട്ട് കയറി. അവിടെ കുറച്ച് ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടെറസ് ഒന്ന് വൃത്തിയാക്കി ഇട്ടിരിക്കുകയായിരുന്നു. മഴ പെയ്ത് വീണ്ടും തൊല്ല കണ്ടിട്ട് സമയം പോകാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റീൽസ് കണ്ട് ആസ്വദിച്ചു. സത്യം പറഞ്ഞാൽ നോമ്പ് പിടിക്കണം എങ്ങനെയാണെന്നാ നോമ്പിന് മുമ്പ് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെന്നാ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ചുമ്മാ എനിക്ക് തോന്നി. അപ്പോഴത്തേക്ക് ഞാൻ നോമ്പ് പിടിക്കുകയാണ് ചെയ്തത്. ഉള്ളിലുള്ള ഒരു ചെറിയ വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 9 മണിയായി. അവിടെ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച വരെ തട്ടിയും മുട്ടിയും പോയി. ആയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നേരം തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞ വഴിയിൽ മഴ പെയ്തുകൊണ്ട് ഞാൻ റോഡ് സൈഡിൽ കയറി നിന്ന്. റോഡ് സൈഡെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് പണിക്ക് പോയതും പ്ലംബിങ്ങിന്റെ ഇലക്ട്രിക്കിന്റെ ഏകദേശം പഠിച്ചതും ഇവിടെ നിന്നാണ്. മഴ ചെറുതായിട്ട് തോന്നുന്നപ്പോൾ തന്നെ ഡെലിവറിയിലെ ചേട്ടൻ എന്നെ വിളിച്ചു പറയുന്നത് കൊറിയറിൽ നിന്നാണ് സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. സാധനവും വാങ്ങിയപ്പോഴത്തേക്കും നോമ്പ് കുറിക്കേണ്ട സമയമായി. ആദ്യം ഒരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ച് നോമ്പ് കുറിച്ചു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്മ കുറച്ച് ആഹാരങ്ങളൊക്കെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഈ പാത്രത്തിലുള്ള ഫുള്ള് ഞാൻ അകത്താക്കി. സ്പെഷ്യലായതുകൊണ്ട് എനിക്ക് നോമ്പായിട്ട് മാറ്റി വെച്ചിരുന്ന സാധനമാണ് ഈ ചീനിക്കിഴങ്ങെന്നും മധുരക്കിഴങ്ങെന്നൊക്കെ പറഞ്ഞ ഈ സാധനം. അതും കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് കൊണ്ടുവന്നു. എനിക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് ചോറും കഴിച്ച് പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മടുത്ത്. എനിക്ക് മുതലേ വിശന്നിരുന്നോണ്ടായിരിക്കണം കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അസ്വസ്ഥതയായി. അതുകൊണ്ട് കുറച്ച് ദൂരം നടന്നിട്ട് ഞാൻ ഒരു ചായ വാങ്ങിച്ചു. ഇതൊരിക്കലും ആരെങ്കിലും കളിയാക്കാനോ അവമാനിക്കാനോ വേണ്ടി ചെയ്തല്ല. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഇതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റോ വിമർശനമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം.